ഹായ് ആൾ. എൻ്റെ പേര് മഹേഷ്. നമ്മൾ SSC GD പരീക്ഷയിലുള്ള പോളിറ്റി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 GD പരീക്ഷയിലുള്ള ക്വസ്റ്റ്യൻസിലെ ഒരു 17ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുന്നേ സോൾവ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ ആ 17 ക്വസ്റ്റ്യൻസിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ആ ഒരു ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ആ ഒരു 17 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് തുടർന്ന് കാണുക. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ മെനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദർ ഫോർ സിറ്റിസൺ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പൗരന്മാർക്കായി എത്ര അടിസ്ഥാന കടമകളുണ്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 11. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി 11 ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി 11 ഉത്തരം. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഏത് പാർട്ടിലാണ് വരുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അതിൽ തന്നെ ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് പറഞ്ഞു? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആർട്ടിക്കിൾ 51A കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് എബൌട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഓപ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി, ഓപ്ഷൻ ബി സിറ്റിസൺഷിപ്പ്, ഓപ്ഷൻ സി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ഡി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4 എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് നമ്മൾ വായിച്ചു. ഇതിലേതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയാം, DPSP. ഓക്കെ, DPSP ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പാർട്ട് 4 പറയുന്നതാണ് DPSP. പാർട്ട് 4 DPSPനെ കുറിച്ച് പറയുന്നു. ഇനി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് പാർട്ടിലാണ് പറയുന്നത്? പാർട്ട് 1 പറയുന്നത്. പാർട്ട് 1 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് പറയുന്നത്. പാർട്ട് 2 പറയുന്നത് ഏതാണ്? സിറ്റിസൺഷിപ്പ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു. പാർട്ട് 3 ഏതിനെ കുറിച്ച് പറയുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പാർട്ടുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരെ ആ ഒരു സെഷൻ കണ്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20: വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോഡീസ് ഈസ് ഓതറൈസ്ഡ് ടു ചേഞ്ച് ദി നെയിം ഓഫ് എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി പാർലമെൻറ്റ്, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതിൽ ആർക്കാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനുള്ള അധികാരം? ഓപ്ഷൻ ബി പാർലമെൻറ്റിനാണ് എന്തുള്ളത്? ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പേര് മാറ്റാനുള്ള അധികാരമുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് കാലം മുന്നത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒറീസ എന്നുള്ള സംസ്ഥാനത്തിൻ്റെ പേര് എന്താക്കി മാറ്റിയിരുന്നു? ഒഡീഷ എന്നുള്ള പേരാക്കി മാറ്റിയിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്താൽ കേരള എന്നാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലൊക്കെ എഴുതേണ്ടത്. അത് കേരളം എന്നാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നിയമസഭയിലൊരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? പാർലമെൻറ്റ് എന്ത് ചെയ്യാം? അത് പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാം? കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21: ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് ഡാഷ് ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഒരു സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പരമാവധി സ്ട്രെങ്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ട്രെങ്ത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ഭാഗമായിരിക്കണമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന് ഉത്തരം വരുന്നത് ഉത്തരം ബി ആണ് ഉത്തരം. 1/3 അല്ലെങ്കിൽ 1/3
ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെയാ വെച്ചാൽ നമുക്കറിയാം പാർലമെൻറ്റിന് എത്ര ബോഡീസ് ഉണ്ട്? പാർലമെൻറ്റിൻ്റെ കീഴിൽ 2 ബോഡീസ് ഉണ്ട്. ഏതൊക്കെ ബോഡീസ്? രാജ്യസഭയുണ്ട്, അതുപോലെ തന്നെ ലോകസഭയുണ്ട്. ഇനി ഒരു സംസ്ഥാനത്താണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ എത്ര ബോഡീസ് ഉണ്ട്? സാധാരണ ഒരു ബോഡി ഉണ്ടാവുള്ളൂ. നമ്മളെ സംസ്ഥാനത്തൊക്കെ എത്ര ബോഡീസ് ഉണ്ട്? ഒരു ബോഡി ഉള്ളൂ. ഏതാണ്? നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്? നിയമസഭ. ഇനി ചില സംസ്ഥാനങ്ങൾ എന്തുണ്ട്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ചില സംസ്ഥാനങ്ങൾ എന്തുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട് ചില സംസ്ഥാനങ്ങളിൽ. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അംഗങ്ങളുടെ ഏകദേശം എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പാർട്ടായിരിക്കണം എന്നാണ് ചോദ്യം. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 300 മെമ്പറുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്ര അംഗങ്ങളെയാണ് പരമാവധി ഉണ്ടാകാൻ പറ്റുള്ളൂ? 100 അംഗങ്ങളെ പരമാവധി ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രക്ട് ദി സ്റ്റേറ്റ് ടു എൻഷുർ യൂണിഫോം സിവിൽ കോഡ് ഫോർ ആൾ സിറ്റിസൺ? നിങ്ങൾ ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 48, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 42, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 46, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 44. ഇതിലേത് ഉത്തരം വരുന്നത്? ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 44 ആണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 44 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 44 പറയുമ്പോൾ അത് ഏത് ഭാഗത്ത് വരും? ഏത് പാർട്ടിൽ വരും? പാർട്ട് 4 വരും. അതുപോലെ തന്നെ ഏത് പാർട്ട് 4 ഏതാണുള്ളത് പ്രധാനമായിട്ടുള്ള വരുന്നത്? നമ്മൾ നേരത്തെ പാർട്ടുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. DPSP ആണ് എന്ത് വരുന്നത്? പാർട്ട് 4 വരുന്നത്. DPSPയുടെ ഭാഗമാണ് ഏത്? യൂണിഫോം സിവിൽ കോഡ്. ഇനി യൂണിഫോം സിവിൽ കോഡ് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യൂണിഫോം സിവിൽ കോഡ് ഒന്നുമല്ല, നമ്മളെ സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ രാജ്യത്തുള്ള ഓരോ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. വിവാഹം കഴിക്കാൻ, അതുപോലെ തന്നെ സ്വത്ത് കൈമാറ്റം ചെയ്യാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വെവ്വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നാക്കണം അല്ലെങ്കിൽ യൂണിഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് യൂണിഫോം സിവിൽ കോഡ്. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള DPSPയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ UCC നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് ഗോവ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്. ഈ ഒരു 2 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ UCC നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് പറഞ്ഞു പോവാം. ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48 എന്താണ്? ആർട്ടിക്കിൾ 48 കുറിച്ചാണ് പറഞ്ഞത്. എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഓക്കെ, എൻവിറോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതി, വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ് ഇവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 42 എന്താണ്? ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഫോർ ആൾ അല്ലെങ്കിൽ വർക്ക്. ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ത് വേണം? വർക്കേഴ്സിന് നൽകണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 42 ഫോർ വർക്കേഴ്സ്. അതുപോലെ വേറൊന്നുണ്ട്, മെറ്റേണിറ്റി റിലീഫ് കൊടുക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 42. മെറ്റേണിറ്റി റിലീഫ് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക? ഒരു പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 46 എന്തിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 46 എക്കണോമിക്കലി വീക്കർ സെക്ഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷണലി വീക്കർ സെക്ഷനെ കുറിച്ചിട്ടും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. SC ST തുടങ്ങിയിട്ടുള്ള എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ചീഫ് മിനിസ്റ്റർ. ഇതിൽ ഏതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലാത്തത്. ഇത് എന്തിൻ്റെ ഭാഗമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്? സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ ഭാഗമാണ്. ഓക്കെ, ജുഡീഷ്യറിയുടെ ഭാഗമാണ്. ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗമാണ് ഏത്? സ്റ്റേറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോർട്ട്. ബാക്കിയുള്ള മൂന്നെന്താണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ബാക്കിയുള്ള ഗവർണർ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഒക്കെ എന്താണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ലോ? ഇക്വാലിറ്റി ബിഫോർ ലോ ഗ്യാരണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 16, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 15, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. ഇതിൽ ഏതാണ് ഉത്തരം? ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 എന്തിനെ കുറിച്ച് പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ലോനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14. മനസ്സിലായില്ലേ? ആർട്ടിക്കിൾ 16 എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞത്? ആർട്ടിക്കിൾ 16 എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ഇക്വാലിറ്റി ഇൻ ദി പബ്ലിക് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എന്താണ്? അവസര സമത്വം എന്തില്? പൊതുജോലികളിൽ അല്ലെങ്കിൽ സർക്കാർ ജോലികളൊക്കെ എല്ലാവർക്കും ഇക്വാലിറ്റി ഉറപ്പാക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഇക്വാലിറ്റി വേണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 15 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പ്രൊഹിബിഷൻ ഓഫ് ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. പക്ഷേ എന്തൊക്കെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ? റേസ്, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ആർട്ടിക്കിൾ 17 പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ബിലിറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പവർ ഓഫ് ദി ഗവർണർ? ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഗവർണറുടെ അധികാരമല്ലാത്തത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഡിസോൾവ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭ പിരിച്ചുവിടൽ, വോട്ട് ഡ്യൂറിംഗ് ദി നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയ സമയത്ത് വോട്ട് ചെയ്യൽ, പ്രൊരോഗ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭ പ്രൊരോഗ് ചെയ്യൽ. ഓപ്ഷൻ ഡി എന്താണ്? സമ്മൺ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മൾ ഈ ഒരു താഴത്ത് പറഞ്ഞ പ്രൊരോഗ്, സമ്മൺ തുടങ്ങിയിട്ടുള്ള ഡിസോൾവ് തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിലേത് ഉത്തരം വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വോട്ട് ഡ്യൂറിംഗ് ദി നോൺ കോൺഫിഡൻസ് മോഷൻ. നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കുന്നതിൽ ആർക്ക് റോളില്ല? ഗവർണർക്ക് റോളില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് വോട്ട് ഡ്യൂറിംഗ് ദി നോൺ കോൺഫിഡൻസ് മോഷൻ ആണ്. ഗവർണറുടെ അധികാരത്തിൽ വരുന്നതല്ല വോട്ട് ഡ്യൂറിംഗ് ദി നോൺ കോൺഫിഡൻസ് മോഷൻ. ഒരു സംസ്ഥാനത്തെ നിയമസഭയിലോ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ അതിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? ഗവർണർക്കില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇത്രയും എടുത്ത ചോദ്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ ചെയ്യാൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. According to the Constitution of India, which may reserve a bill passed by the State Legislative Assembly for President assent? ഓക്കെ, സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി മാറ്റിവെക്കാൻ ആർക്കാണ് അധികാരം? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ഓപ്പോസിഷൻ പാർട്ടി ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി ചെയർപേഴ്സൺ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ ഡി ചീഫ് മിനിസ്റ്റർ.
ഇതിലേതാണ് ഉത്തരം വരിക? ഇതിൽ ആർക്കാണ് സംസ്ഥാനത്ത് ഒരു നിയമസഭ പാസ്സാക്കുന്ന നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള അധികാരം? ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഗവർണറാണ് എന്ത് ചെയ്യുക? ഒരു സംസ്ഥാനത്ത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഗവർണർക്കാണുള്ളത്. ഓക്കെ, ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 200 എന്ത് പറയുന്നത്? ഒരു സംസ്ഥാനത്ത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് റിസർവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് പറയുന്നത്? ഗവർണർക്കാണുള്ളത്. പറയുന്ന ആർട്ടിക്കിൾ 200. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ വേർ ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന കടമകൾ ചേർത്ത വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 1976 അല്ലെങ്കിൽ 1976. ഓപ്ഷൻ ബി 1958. ഓപ്ഷൻ സി 1952. ഓപ്ഷൻ ഡി 1951. ഇതിലേതാണ്, ഏത് വർഷമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കപ്പെട്ടതെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം എ 1976. 1976 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർക്കണം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് എന്ത് വേണം, ഇങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർക്കണം എന്ന് പറഞ്ഞത്. ഇത് ആരുടെ സമയത്താണ് ഈ ഒരു അമെൻമെന്റ് നടന്നത്? അമെൻമെന്റ് നടന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഇങ്ങനൊരു അമെൻമെന്റ് നടന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഈ 42nd അമെൻമെന്റിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടത്? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, 42nd അമെൻമെന്റ് ആക്ടിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പറഞ്ഞിരുന്നു. അതുപോലെ ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആഡ് ദി 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 42nd അമെൻമെന്റ് ആക്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടു പറഞ്ഞു. അന്ന് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെട്ട 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എന്താണ്? എ 1976, ബി 2002, സി 1985, ഡി 2004. ഇതിൻ്റെ ഉത്തരം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ എന്തായാലും അല്ല. ഓപ്ഷൻ എ എന്താണ്? നമ്മൾ പറഞ്ഞു 42nd അമെൻമെന്റ് ആക്ട് പറഞ്ഞു. ഇത് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടുള്ളത്. ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2002 ആണ്. ഓക്കെ, 2002 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, 2002 നടന്നത്. അതിലെന്ത് ചെയ്തു? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെട്ടു. അതുവരെ എത്ര ഉണ്ടായിരുന്നു? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തു? ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൂടി ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ടോട്ടൽ ഇതുവരെ ഇപ്പം എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട് ഇന്ത്യയിൽ? ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആഡ് ചെയ്തപ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമേ ആഡ് ചെയ്യപ്പെട്ടുള്ളൂ. പിന്നെയാണത് 2002 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 provided for how many list of division of power between the federation and the provinces? 1935 ഇന്ത്യൻ സർക്കാർ നിയമം കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള അധികാര വിഭജനത്തിനായി എത്ര പട്ടികകളാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 പട്ടിക, ഓപ്ഷൻ ബി 4 പട്ടികകൾ, ഓപ്ഷൻ സി 2 പട്ടികകൾ, ഓപ്ഷൻ ഡി 3 പട്ടികകൾ. ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? 3 പട്ടികകളാണ്. ഓക്കെ, ഉത്തരം വരുന്നത് 3 പട്ടികകളാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ
ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ലിസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്? 3 ലിസ്റ്റ് ഇല്ലേ? അതായത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞ 3 ലിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെയാണ് പണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1934 ഉള്ള സമയത്തും എന്ത് ചെയ്തിട്ടുള്ളത്? പട്ടികകളായി തിരിച്ചിട്ടുള്ളത് 3 ലിസ്റ്റുകളാണുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദങ്ങളാണ് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ആർട്ടിക്കിൾ 300/320, ആർട്ടിക്കിൾ 330/338, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 210/219, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 315/323. ഇതിൻ്റെ ഉത്തരം ഏത് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 315/323 ആണ് UPSCനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ഇത് UPSCനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതുപോലെ തന്നെ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? സ്റ്റേറ്റ് PSCകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് PSCകളെ കുറിച്ചിട്ടും എന്ത് പറയുന്നുണ്ട്? ഈ ഒരു ആർട്ടിക്കിൾ, ഇതേ ആർട്ടിക്കിൾ തന്നെയാണ് കേരളത്തിലെ ഈ PSCനെ കുറിച്ചിട്ട് ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള PSCകളെ കുറിച്ചിട്ടും പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ മുകളിൽ പറഞ്ഞൊക്കെ റാൻഡമായിട്ട് തന്നിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസിൻ്റെ നിയമമാണ്. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് അമെൻഡ്മെൻറ്റ് ആക്ട് പേവ്ഡ് ദി വേ ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ ദി കൺട്രി? രാജ്യത്ത് GST നടപ്പിലാക്കുന്നതിനുള്ള വഴി തുറന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം, ഓപ്ഷൻ ബി 101ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം, ഓപ്ഷൻ സി 102ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം, ഓപ്ഷൻ ഡി 103ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം. ഏതാണ് ഉത്തരം? നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്നിട്ടൊന്ന് പറഞ്ഞേ ഏതാണ് ഉത്തരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 101ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? GSTനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇത് 101ാമത്തെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോവാം. 101ാമത്തെ നമ്മൾ പറഞ്ഞു, GST പറഞ്ഞു. 102ാമത്തെ ഏതാണ്? 102ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? 102ാമത്തെ 2018 വന്നതാണ്. 2018 വന്നതാണ്. അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കി മാറ്റിയത് ഈ 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലാണ്. നാഷണൽ കമ്മീഷൻ ഓൺ ബാക്ക്വേർഡ് ക്ലാസസ് നമ്മൾ OBCക്കാർക്കുള്ള കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വന്നിട്ടുള്ളത് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. ഇനി 103ാമത്തെ എന്താണ്? 103ാമത്തെ ഭരണഘടനാ ഭേദഗതി 2019 വന്നിട്ടുള്ളത്. 103ാമത്തെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സെക്ഷനിലെ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് എന്താണ് റിസർവേഷനൊക്കെ നടപ്പിലാക്കിയത്? 10% റിസർവേഷനൊക്കെ നടപ്പിലാക്കിയത് ഏതിലാണ്? ഈ 103ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പിന്നെ 104ാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ട്. 104ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നിയമം ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 2020. ഇതിലെന്താ ചെയ്തത്? നമ്മളുടെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള റിസർവേഷൻ, SC/ST റിസർവേഷൻ എന്ത് ചെയ്തു? ഒരു 10 ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 104ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2020 നടപ്പിലാക്കിയത്. SC/ST തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള റിസർവേഷൻ എന്ത് ചെയ്തു? ഒരു 10 വർഷം കൂടി ആഡ് ചെയ്ത് കൊടുത്തു 104ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ. ഇനി 105ാമത്തെ ഭരണഘടനാ ഭേദഗതി, 105ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്. 105ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് എന്നാണ് വന്നിട്ടുള്ളത്? 2021 വന്നിട്ടുള്ളത്. അത് എന്ത് ചെയ്തു? അത് സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആരൊക്കെ നിർണ്ണയിക്കാനുള്ള അധികാരം സ്റ്റേറ്റുകൾക്ക് കൊടുത്തു. ഓക്കെ, OBC ഡിറ്റർമിനേഷൻ പവർ ആർക്ക് കൊടുത്തു? സ്റ്റേറ്റിന് കൊടുത്തു. ഡിറ്റർമിനേഷൻ പവർ സ്റ്റേറ്റിന് കൊടുത്തു. 105ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം. ഇനി 106ാമത് ഭരണഘടനാ ഭേദഗതി. 106ാമത് അത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. 106ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്
എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 2023 വന്നിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വുമൺസിന് റിസർവേഷൻ കൊണ്ടുവന്നത്. വുമൺ റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ്? 106ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലാണ്. ഇപ്പോൾ നമ്മൾ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? GST കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതിനോടൊപ്പം നമ്മൾ 106 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഏതൊക്കെയാണ്, അവ ഏതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെർ ആഡഡ് അണ്ടർ വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഓപ്ഷൻ എ പാർട്ട് 4A, ഓപ്ഷൻ ബി പാർട്ട് 6, ഓപ്ഷൻ സി പാർട്ട് 6A, ഓപ്ഷൻ ഡി പാർട്ട് 4. ഓക്കെ, ഇതിലേത് ഉത്തരം വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കധികം സംസാരിക്കാൻ അല്ലെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതിലാണ് വരുന്നത്? പാർട്ട് 4A പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഏതൊക്കെ ആർട്ടിക്കിളാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ 10 ആഡ് ചെയ്തത് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ, 11ാമത്തെ ആഡ് ചെയ്തത് എന്താണ്? 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 റിസൾട്ടഡ് ഇൻ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻറ്റു ഹൗ മെനി ഡൊമിനിയൻസ്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഇന്ത്യയെ എത്ര ഡൊമിനിയനുകളായാണ് വിഭജിച്ചത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 1. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 2 ആണ് ഉത്തരം. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഇന്ത്യയെ 2 ഡൊമിനിയനുകളായിട്ടാണ് മാറ്റിയത്. എന്തൊക്കെയാണ് മാറ്റിയത്? ബ്രിട്ടീഷ് ഇന്ത്യ 2 ഡൊമിനിയനുകളാക്കി മാറ്റി. ഒന്ന് ഇന്ത്യ ആക്കി, ഇന്ത്യൻ ഡൊമിനിയൻ ഉണ്ടാക്കി. അതുപോലെ പാകിസ്ഥാൻ ഡൊമിനിയൻ ഉണ്ടാക്കി. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. ഓക്കെ, സോവറിൻ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി ഇന്ത്യ. പാകിസ്ഥാനും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി സോവറിൻ ആയിട്ടൊരു രാജ്യമാക്കി മാറി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 34ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡയറക്ടറി പ്രിൻസിപ്പിൾ അഡ്വക്കേറ്റ്സ് ദി ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഫോർ സെൽഫ് ഗവൺമെന്റ്? സ്വയം ഭരണത്തിനായി ഗ്രാമപഞ്ചായത്തുകളുടെ സംഘടനയെ പിന്തുണയ്ക്കുന്ന നയനിർദ്ദേശക തത്വം ഏതാണ്? ഏത് DPSP ആണ് വില്ലേജ് പഞ്ചായത്തുകളുടെ നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്നതാണ് ചോദ്യം. നമ്മുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഉണ്ടായല്ലോ, അത് ഏത് DPSP പറയുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 42, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 44, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 46. ഇതിലേതിലാണ് ഈ പഞ്ചായത്തുകൾ, നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി ആണ് സെൽഫ് ഗവൺമെന്റ് വില്ലേജ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40 സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൽഫ് ഗവേണിംഗ് വില്ലേജ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 44 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ UCCനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 46 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ്? എഡ്യൂക്കേഷണലി എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന SC/ST കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. SC/ST സെക്ഷനിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 46. 42 നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഫോർ വർക്ക്, അതുപോലെ തന്നെ മെറ്റേണിറ്റി റിലീഫ് ഒക്കെയാണ് ആർട്ടിക്കിൾ 42 വരുന്നത്. ഓക്കെ, നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഓഫീസർ ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫാൾസ് അണ്ടർ വിച്ച് മിനിസ്ട്രി? ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറലിൻ്റെയും സെൻസസ് കമ്മീഷണറുടെയും ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെങ്കിൽ ആരോഗ്യവും കുടുംബക്ഷേമ മന്ത്രാലയം. ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തര കാര്യ മന്ത്രാലയം.
ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമവികസന മന്ത്രാലയം. ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ധനകാര്യ മന്ത്രാലയം. ഏതിൻ്റെ കീഴിലാണ് ഈ പറയുന്ന ഒരു ഓഫീസ് വരുന്നത് എന്നാണ് ചോദ്യം. നമുക്കിതിൽ ജസ്റ്റ് നമുക്ക് ലോജിക്ക് ഒന്ന് വർക്കാക്കി നോക്കാം. ലോജിക്ക് വർക്കാക്കിയുമ്പോൾ എന്താണ് എന്തിനെ കുറിച്ചിട്ടാണ്? സെൻസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെൻസസ് പറയുമ്പോൾ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? നമുക്ക് ഹെൽത്തിനെ കുറിച്ച് മാത്രമാണോ സെൻസസ് പറയുന്നത്? സെൻസസ് ഒരു രാജ്യത്തെ ആളുകളുടെ ജീവിതം, അവരുടെ എല്ലാ തരത്തിലുള്ള ഡാറ്റയും കളക്ട് ചെയ്യുന്നതാണ് സെൻസസ്. അപ്പോൾ കൂടുതലായിട്ട് ഏത് വരും? ഇവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മൾ ഒരു ഗ്രാമപ്രദേശങ്ങളുടെ കണക്ക് മാത്രമാണോ സെൻസസിൽ എടുക്കുന്നത്? അല്ല. അപ്പോൾ എന്താണ്? റൂറൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ? അത് ഒരു രാജ്യത്തെ ഫിനാൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ ഈ ഒരു സെൻസസിൽ എടുക്കുക? അല്ല. അവിടുത്തെ ജനങ്ങളുടെ സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓപ്ഷൻ ഡി ഒഴിവാക്കാം. പിന്നെ രണ്ട് ഓപ്ഷൻ ലെഫ്റ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ്. ഇവിടെ ആരോഗ്യത്തിനെ കുറിച്ച് മാത്രമാണോ? അല്ല. ഒരു ജനത ജീവിക്കുന്ന എല്ലാ സാഹചര്യത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഓപ്ഷനും കളയാം. അപ്പോൾ എന്താണ് ബാക്കി വരുന്നത്? ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഉത്തരം. ഈ ആഭ്യന്തര കാര്യം, നമ്മൾ രാജ്യത്തടുത്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവരെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുന്നതാണ് സെൻസസ്. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? 36ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഇന്ത്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. കോർഡിനേറ്റ്സ് ദി ഫങ്ഷനിങ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓപ്ഷൻ ബി ഗൈഡ്സ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി പോളിസീസ് ഫോർ ദി സ്റ്റേറ്റ്. സംസ്ഥാന നയം രൂപപ്പെടുത്തുന്നതിന് മാർഗനിർദ്ദേശം നൽകൽ. സി ഈസ് ദി സോൾ ലിങ്ക് ബിറ്റ്വീൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദി ഗവർണർ. ഓപ്ഷൻ ഡി അഡ്വൈസ് ദി ഗവർണർ. ഇതിൽ ഏതാണ് ചീഫ് മിനിസ്റ്ററുടെ റോൾ അല്ലാത്തത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് ചോദ്യം. ഇതിന് ഉത്തരം വരുന്നതാണ് ഓപ്ഷൻ എ ആണ്. എന്താണ്? കോർഡിനേറ്റ്സ് ദി ഫംഗ്ഷനിങ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കൽ ആരുടെ ഉത്തരവാദിത്തമല്ല? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം വരുന്നതാണ് ഈ പറയുന്ന അവിടുത്തെ പോളിസികൾ, കാര്യങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ ഗവർണറുടെ ഒരു സംസ്ഥാനത്തെ ഭരണത്തെക്കുറിച്ച് ഗവർണറെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക, എന്തിലൊക്കെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവർണറോട് ഉപദേശിക്കുക തുടങ്ങിയുള്ളതൊക്കെയാണ് ചീഫ് മിനിസ്റ്ററുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. എന്തല്ല? ഇന്റർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപിപ്പിക്കൽ ഇയാളുടെ ചീഫ് മിനിസ്റ്ററുടെ ജോലിയല്ല. ഓക്കെ, നമുക്ക് 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രൊവൈഡ് ഫോർ ഹൗ മെനി ലിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ഫെഡറേഷൻ ആൻഡ് പ്രൊവിൻസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി 3 പട്ടികകൾ അല്ലെങ്കിൽ 3 ലിസ്റ്റാണ് ഇതിൻ്റെ ഉത്തരം. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഇൻസ്പയർഡ് ബൈ വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന കടമകളുടെ ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത് ആശയം എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എന്താണ്? US, ബി ജപ്പാൻ, സി ദ UK, ഡി സോവിയറ്റ് യൂണിയൻ. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം ഡി സോവിയറ്റ് യൂണിയനാണ് ഉത്തരം. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്തെടുത്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഒരു ഐഡിയ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 74 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എലാബറേറ്റ്സ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഭരണഘടനയിലെ അനുച്ഛേദം 74 താഴെ പറയുന്നവയിൽ ഏതിനെയാണ് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. അപ്പോയിൻമെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ബൈ പ്രസിഡന്റ്. ചീഫ് ജസ്റ്റിസിനെ രാഷ്ട്രപതി നിയമിക്കലിനെ കുറിച്ച് പറയുന്നു. ഓപ്ഷൻ ബി അപ്പോയിൻമെന്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെ നിയമിക്കൽ. ഓപ്ഷൻ സി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റ്. രാഷ്ട്രപതിയെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന മന്ത്രിസഭയെ കുറിച്ചിട്ട് പറയുന്നു. അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓഫ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെ നിയമനത്തിനെ കുറിച്ചിട്ടാണോ? ഏതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 74 പറയുന്നത് എന്നാണ് ചോദ്യം.
ഏതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ ഉപദേശിക്കാനും സഹായിക്കാനും മന്ത്രിസഭയുണ്ടാകും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 74. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? 40ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദി ഫോളോയിങ് നോമിനേറ്റ്സ് ദി 1/6 members to the state legislative council of the state in India? നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/6 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്താണ്? പ്രസിഡന്റ്. ഓപ്ഷൻ ബി ചീഫ് മിനിസ്റ്റർ. ഓപ്ഷൻ സി ഗവർണർ. ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇതിൽ ആരാണ് ഈ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/6 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഗവർണറാണ്. ഓക്കെ, ഗവർണറാണ് ആ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റി. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/6 ആൾക്കാരെ നിർദ്ദേശിക്കുന്നത്, നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? 41ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ഇഷ്യൂയിങ് ഓഫ് റിട്സ് ബൈ എനി ഹൈക്കോർട്ട് ഓഫ് ദി കൺട്രി? രാജ്യത്തിലെ ഏത് ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് ഈ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നതെന്ന് ചോദ്യം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 226, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 233, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 254, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 246. ഇതിൻ്റെ ഉത്തരം വരുന്നതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. ആർട്ടിക്കിൾ 226 ആണ്. ഇനി ഇതേ പവർ ആർക്കുന്നുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിക്കുള്ള ഈ പവർ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 32 ഏതിൽ വരും? ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? 42ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ദി ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഫോഴ്സ് ലേബർ? മനുഷ്യക്കച്ചടവും ബലപ്രയോഗ തൊഴിലും നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 15, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 23, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 25, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. ഇതിലേതാണ് ഈ പറയുന്ന ഒരു പ്രൊവിഷനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 23 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 23 മനുഷ്യക്കച്ചടവും ഫോഴ്സ്ഡ് ലേബറിനൊക്കെ നിരോധിച്ച് പറയുന്ന ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 25 എന്താണ്? റൈറ്റ് ടു റിലീജിയൻ ആണ്. റൈറ്റ് ടു റിലീജിയൻ ആണ് ആർട്ടിക്കിൾ 25 മുതൽ പറയണത്. റിലീജിയനാണ് ആർട്ടിക്കിൾ 25 മുതൽ പറയണത്. ആർട്ടിക്കിൾ 24 എന്താണ്? ആർട്ടിക്കിൾ 24 പ്രൊഹിബിറ്റ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 15 നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. ഓക്കെ, നമുക്ക് അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദി ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഗുൽസാരിലാൽ നന്ദ, ഓപ്ഷൻ ബി ആർ കെ പാട്ടീൽ, ഓപ്ഷൻ സി ചിന്താമൺ ദേശ്മുഖ്, ഓപ്ഷൻ ഡി എൻ ആർ പിള്ളൈ. ഇതിൽ ആരായിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ? നമുക്ക് ചെയർമാൻ ആരാന്നറിയാം. ചെയർമാൻ ആരാണ്? ഫസ്റ്റ് ചെയർമാൻ ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ? ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വൈസ് ചെയർമാനാണ് ചോദ്യം. വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് ഇതിന് ഉത്തരം. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ഓക്കെ, നമുക്ക് 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to the Indian Constitution,
വിച്ച് ഓഫ് ദി ഫോളോയിങ് പവേഴ്സ് ആർ നോട്ട് വെസ്റ്റഡ് ഇൻ ദി ഗവർണർ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്നതിൽ ഏത് അധികാരങ്ങളാണ് ഗവർണറിൽ നൽകപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻ എ റിട്ട് ഇഷ്യൂയിങ് പവർ, ഓപ്ഷൻ ബി ഡിസ്ക്രിഷണറി പവർ, ഓപ്ഷൻ സി ലെജിസ്ലേറ്റീവ് പവർ, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ പവേഴ്സ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ ചില വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് ഉത്തരം? ഉത്തരം എ റിട്ട് ഇഷ്യൂയിങ് പവർ. ഓക്കെ, ഈ റിട്ട് ഇഷ്യൂ ഉള്ള പവർ ആർക്കൊക്കെ ഉള്ളത്? ഒന്ന് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും മാത്രമേ എന്തുള്ളൂ ഈ റിട്ട് ഇഷ്യൂ ഉള്ള പവർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ താഴെ പറയുന്ന ഡിസ്ക്രിഷണറി പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ് ഒക്കെ ആർക്കുള്ളതാണ്? ഗവർണർക്കുള്ള പവറാണ്. റിട്ട് ഇഷ്യൂയിങ് പവേഴ്സ് ഉള്ളത് നമ്മുടെ സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കുമാണുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻകറേജസ് ദി പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്? പരിസ്ഥിതിയുടെ സംരക്ഷണവും വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇതിലേതാണ് ഈ പറഞ്ഞ നമ്മൾ എൻവയോൺമെൻറ്റിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 46D, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 48A, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47B, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 49A. ഇതിലേതാണ്? ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 48A ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 48A ആണ് ഇതിന് ഉത്തരം വരുന്നത്. ആർട്ടിക്കിൾ 48A ആണ് ഇതിന് ഉത്തരം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളതും ചെറുതായിട്ടൊന്ന് നോക്കി പോകാം. നമ്മൾ 46നെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 48 നമ്മളിപ്പോൾ പറഞ്ഞു. 47 എന്താണ്? 47 മദ്യം നിരോധിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. മദ്യം നിരോധിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. നമ്മൾ ഗാന്ധിജി പറഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യണം, മദ്യമൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 ആണ്. ഇനി ആർട്ടിക്കിൾ 49 എന്താണ്? ആർട്ടിക്കിൾ 49 പറയണത് ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 49. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ്. ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് എന്താണ്? നമ്മളെ ചരിത്ര ശേഷിപ്പുകളുടെ പഴയ ചരിത്ര ശേഷിപ്പുകളൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 49. ഓക്കെ, നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to the Indian Constitution, which of the following schedules deals with the separation of powers of the government? According to the Indian Constitution, which of the following schedules deals with the separation of powers of the government? ഭരണകൂടത്തിന്റെ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പട്ടിക ഏതാണ്? ഓപ്ഷൻ എ 6ാം പട്ടിക, ഓപ്ഷൻ ബി 5ാം പട്ടിക, ഓപ്ഷൻ സി 8ാം പട്ടിക, ഓപ്ഷൻ ഡി 7ാം പട്ടിക. ഇതിലേതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 7ാം പട്ടിക, അല്ലെങ്കിൽ 7th ഷെഡ്യൂളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി 7th ഷെഡ്യൂൾ. ഓക്കെ അല്ലേ? നമ്മൾ ഇനി ബാക്കിയുള്ള ഷെഡ്യൂളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് ഒരു ചെറിയൊരു കോഡ് ഉണ്ട്. ആ കോഡ് വെച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷെഡ്യൂളുകളും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എന്തൊക്കെയാണ് കോഡ്? ടിയേഴ്സ് ഓഫ് ദി ഓൾഡ് PM. ഇതാണ് ഈ ഷെഡ്യൂളുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ്. അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, ഓരോ ഷെഡ്യൂളുകളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ബാക്കിയുള്ള ഷെഡ്യൂളുകൾ ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് സുഖമായിട്ട് ഓർത്തെടുക്കാൻ കഴിയും. നമുക്ക് നോക്കാം. കോഡ് എന്താണ്? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അതിൽ ടി എന്നതിനെ കുറിച്ച് പറയുന്നത് ടെറിട്ടറീസ്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെ പേരൊക്കെ ഉള്ള ഒരു പട്ടികയാണ് ഇത് ടി, ടെറിട്ടറി. ഷെഡ്യൂൾ 1 എന്നതിനെ കുറിച്ചിട്ടാണ്. ഷെഡ്യൂൾ 1 ടെറിട്ടറികളെ കുറിച്ചിട്ടുള്ളതാണ് ഷെഡ്യൂൾ 1. ഇനി ഷെഡ്യൂൾ 2 എന്താണ്? എമോളുമെൻറ്റ്സ്, നമ്മളെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കീഴിലുള്ള ഓഫീസിലുള്ള ആൾക്കാരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പട്ടിക 2 അല്ലെങ്കിൽ ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 എന്താണ്? എമോളുമെൻറ്റ്സിനെ കുറിച്ചിട്ട്, സാലറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. പട്ടിക 3 അഫർമേഷൻ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഈ നമ്മളുടെ ഗവൺമെൻറ് ഭാഗമായിട്ട് പലരും അവരുടെ ഓഫീസിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് വേണം, അവർ
സത്യപ്രതിജ്ഞ എടുക്കണം. ആ സത്യപ്രതിജ്ഞ എടുക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, ആ സത്യപ്രതിജ്ഞ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാണ് ഷെഡ്യൂൾ 3. ഓക്കെ, ഷെഡ്യൂൾ 3. അടുത്ത് നാലാമത്തെ പട്ടിക. എന്തിനെ കുറിച്ച് പറയുന്നു? രാജ്യസഭയിലെ സീറ്റ് അലൊക്കേഷനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 4 പറയുന്നത്. ഓക്കെ, ഷെഡ്യൂൾ 4 പറയുന്നത് രാജ്യസഭാ സീറ്റ് അലൊക്കേഷനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 4 പറയുന്നത്. ഷെഡ്യൂൾ 5 എന്തിനെ കുറിച്ച് പറയുന്നു? ഷെഡ്യൂൾ 5 പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾ 5 പറയുന്നത്. ഷെഡ്യൂൾ 6 പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഒദർ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഏതൊക്കെയാണ് ഒദർ ഷെഡ്യൂൾഡ് ഏരിയാസ് പറയുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? അസം, ത്രിപുര, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലുള്ള അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 6 പറയുന്നത്. ഇനി ഏഴാമത്തെ ഏതാണ്? എഫ്. ഏഴാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഇതിൽ പറയുന്നത് ഇവിടെ ഫെഡറലേഷൻ എന്ന് പറയുന്നില്ലേ, ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. ഇവിടെ ഡിവിഷൻ ഓഫ് പവർ ആരൊക്കെ തമ്മിലാണ് ഡിവിഷൻ ചെയ്യുന്നത്? പവർ ഡിവിഷൻ ചെയ്യുന്നത് ആരൊക്കെ തമ്മിലാണ്? യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് തമ്മിലുള്ള പവറാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുള്ളത്. എഫ് എന്നാണ് ഫെഡറൽ സ്ട്രക്ചർ. ഫെഡറൽ സ്ട്രക്ചറിൽ എന്തൊക്കെ വരും? യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുള്ള എന്തുണ്ട് അധികാരങ്ങൾ വിഭജിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട്? ഈ ഒരു ഏഴാമത്തെ ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 ലിസ്റ്റുകളാണ് ഈ ഏഴാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? എട്ടാമത്തെ ഷെഡ്യൂൾ. എയ്ത്ത് ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ട് പറയുന്നത്? എയ്ത്ത് ഷെഡ്യൂൾ പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. എട്ടാമത്തെ ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നു. ഒമ്പതാമത്തെ ഷെഡ്യൂൾ, നയൻത്ത് ഷെഡ്യൂൾ പറയുന്നത് ലാൻഡ് റിഫോംസിനെ കുറിച്ചിട്ടാണ്. നയൻത്ത് ഷെഡ്യൂൾ പറയുന്നത് ലാൻഡ് ഷെഡ്യൂൾ പറയുന്നത്. ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നയൻത്ത് ഷെഡ്യൂൾ പറയുന്നത്. പത്താമത്തെ ഷെഡ്യൂൾ ഡിഫെക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധനത്തിനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് പറയുന്നത്. 10th ഷെഡ്യൂൾ പറയുന്നത് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 10ാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 10ാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. പിന്നെന്താണ്? ഓൾഡ് പി എമ്മിൽ അതായത് 11ാമത്തെ ഷെഡ്യൂൾ 11th ഷെഡ്യൂൾ ഇതിനെ കുറിച്ച് പറയുന്നു. പഞ്ചായത്ത് രാജ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ്? നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 11th ഷെഡ്യൂൾ. ഇനി 12ാമത്തെ ഷെഡ്യൂൾ എന്തിനെ കുറിച്ച് പറയുന്നു? 12ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഉൾപ്പെട്ടിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് 12th ഷെഡ്യൂൾ. ഓക്കെ, നമ്മൾ പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 12 ഷെഡ്യൂളുകൾ കുറിച്ചിട്ടാണ്. ആ ഷെഡ്യൂളുകൾ നമ്മൾ എത്ര പെട്ടെന്ന് പഠിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാണ് ഇതിൻ്റെ കോഡ് എന്നാണ്? TS ഓഫ് ഓൾഡ് PM എന്നാണ് കോഡ്. ആ ഒരു ഇതിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നും നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂളുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം, കാരണം അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 47ാമത്തെ ക്വസ്റ്റ്യൻ: ഹൂ അഡ്മിനിസ്ട്രേഴ്സ് ദി ഓത്ത് ഓഫ് ഓഫീസ് ടു ദി ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർ ഓഫീസിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി, ഓപ്ഷൻ സി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഇതിൽ ആരാണ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? അത് ഗവർണറാണ്. ഓക്കെ, രണ്ടാളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഗവർണർ ഓഫീസിൽ കയറുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ ആര് സത്യവാചകം ചൊല്ലിക്കൊടുക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചൊല്ലിക്കൊടുക്കും. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ, അദ്ദേഹം പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാണ്? ഗവർണറാണ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. 48ാമത്തെ ക്വസ്റ്റ്യൻ: ഹൂ വേർ ദി കീ ഫിഗേഴ്സ് ബിഹൈൻഡ് ദി റെക്കമെൻഡേഷൻ that formed the basis of Government of India Act 1990? Who were the key figures behind the recommendation that formed the basis of Government of India Act 1990? 1919 ഇന്ത്യൻ സർക്കാർ നിയമത്തിൻ്റെ അടിസ്ഥാനമായ ശുപാർശകൾ നൽകിയ പ്രധാന വ്യക്തികൾ ആരൊക്കെയെന്നാണ് ചോദ്യം.
1919 കാര്യമാണ്. ഓപ്ഷൻ എ ലോർഡ് ലില്ലിംഗ്തോ ആൻഡ് എഡ്വിൻ മൊണ്ടേഗ്. ഓപ്ഷൻ ബി ലോർഡ് ഇർവിൻ ആൻഡ് എഡ്വിൻ മൊണ്ടേക്ക്. ഓപ്ഷൻ സി ലോർഡ് ചെംഫോർഡ് ആൻഡ് എഡ്വിൻ മൊണ്ടേക്ക്. ഓപ്ഷൻ ഡി ലോർഡ് കഴ്സൺ ആൻഡ് എഡ്വിൻ മൊണ്ടേക്ക്. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എഡ്വിൻ മൊണ്ടേക്ക് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, എഡ്വിൻ മൊണ്ടേക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ആരാണ് ഇതിൽ ഉത്തരം? ഏതാണ് ഇതിൽ ഉത്തരം വരിക? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി എന്താണ്? ലോർഡ് ചെംഫോർഡ് ആൻഡ് എഡ്വിൻ മൊണ്ടേഗ് ആണ് ഇതിൻ്റെ ഉത്തരം. ലോർഡ് ചെംഫോർഡ് ആൻഡ് എഡ്വിൻ മൊണ്ടേഗ് ആണ്. ഇതിൽ ലോർഡ് ചെംഫോർഡ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അദ്ദേഹം ആരായിരുന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പൊസിഷനിലാണ് എഡ്വിൻ മൊണ്ടേഗ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വേണ്ടിയിട്ടുള്ള ശുപാർശകൾ നൽകിയത്. ഓക്കെ, ഇനി ഇതല്ലാതെ വേറൊരു ആക്ടും കൂടി നമുക്ക് പഠിക്കാണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 അല്ലെങ്കിൽ 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആരൊക്കെയാണ്? അവർ രണ്ടാൾക്കാർ, അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടാൾക്കാർ അവിടെ 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രധാനമായിട്ട് റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. അവരുടെ പേരാണ് മിൻറ്റോ ആൻഡ് മോർലി. ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നതും കൂടി വിളിക്കുന്നത് മിൻറ്റോ മോർലി റിഫോംസ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. റിഫോംസ്. ഈ മിൻറ്റോ എന്നുള്ള വൈസ്രോയും മോർലി എന്ന് പറഞ്ഞിട്ടുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും കൂടി ചേർന്നിട്ടാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 പ്രധാനമായിട്ട് റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഇവിടെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആരൊക്കെയാണ് റെക്കമെൻഡേഷൻ നൽകിയത്? ലോർഡ് ചെംഫോർഡും അതുപോലെ തന്നെ എഡ്വിൻ മൊണ്ടേഗുമാണ്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ്ഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ നോക്കാം. 42ാമത് ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 52ാമത് ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ 3 61ാമത് ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ഡി 44ാമത് ഭരണഘടനാ ഭേദഗതി. ഇതിലേതാണ് നമ്മുടെ ഭരണഘടനയിൽ നിന്നുണ്ടായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നു? അതെന്താക്കി മാറ്റിയിട്ടുണ്ട്? അത് അവിടെ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അമെൻമെൻറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 44ാമത് ഭരണഘടനാ ഭേദഗതിയാണ് ഉത്തരം. 44ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? അത് ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിലാണ് എന്തുള്ളത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഓക്കെ, നിങ്ങൾ ഇതുവരെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ അല്ലേ? വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫൈനൽ അതോറിറ്റി ഇൻ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിന് അന്തിമ അധികാരം ഏത് സ്ഥാപനത്തിനാണ്? ഏതിനാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലോകസഭ. ഓപ്ഷൻ ബി സുപ്രീം കോടതി. ഓപ്ഷൻ സി പാർലമെൻറ്റ്. ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഇതിൽ ആർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഫൈനൽ അതോറിറ്റി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സുപ്രീം കോടതി. സുപ്രീം കോടതിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഫൈനൽ അതോറിറ്റി. ഏറ്റവും അവസാനത്തെ വാക്കാരുടെയാണ്? സുപ്രീം കോടതിക്കാണുള്ളത്. ഓക്കെ, നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ എമംഗ് ദി ഫോളോയിങ് ഡിസൈഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻസ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ദി കൺസൾട്ടേഷൻ വിത്ത് ഇലക്ഷൻ കമ്മീഷൻ? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറി. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ഓപ്ഷൻ സി നിയമസഭാ കൗൺസിലിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൽ ആരാണ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഒരു മെമ്പറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തീരുമാനിക്കുന്നതെന്നാണ് ചോദ്യം. ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം
ഓപ്ഷൻ ഡി ഗവർണറാണ് ഉത്തരം. ഓപ്ഷൻ ഡി ഗവർണറാണ്. ഗവർണറാണ് ഒരാളെ അയോഗ്യനായി പ്രഖ്യാപിക്കണോ ഡിസ്ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുന്നത് ആരാണ്? ഗവർണർ ഇലക്ഷൻ കമ്മീഷനുമായി കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഗവർണർ. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 52ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ എമംഗ് ദി ഫോളോയിങ് ആക്ട് ആസ് ദി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ദി സ്റ്റേറ്റ്? സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ സി ധനകാര്യമന്ത്രി, ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി. ഇതിലാരാണ് സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം ഉത്തരം ഡി ആണ്. ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിൽ ചെയർമാനായി പ്രവർത്തിച്ചത് ആരായിരുന്നു? PM ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പ്രധാനമന്ത്രി ആയിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്? പ്രവർത്തിച്ചിരുന്നത്. ഇപ്പം എന്തില്ല, നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. ഇപ്പം എന്താ നമുക്കുള്ളത്? നീതി ആയോഗാണുള്ളത്. ഓക്കെ, നീതി ആയോഗാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നീതി ആയോഗാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി 74th Constitutional Amendment Act, which of the following institution is responsible for the regular and fair election to the municipalities? 74ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗരസഭകളിലെ സ്ഥിരവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരവാദിയായ സ്ഥാപനം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജില്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ സി ഡിവിഷണൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ഡി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിലേതാണ് ഉത്തരം? ഇതിലുത്തരം വരുന്നത് എന്താണ്? നമ്മൾ ഈ അടുത്ത് നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതാണ്. ആരാ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്? ആര് നടത്തിയത്? ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് നടത്തിയിരുന്നത്? നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ആരൊക്കെ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്? ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതൊക്കെ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്? ഒന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നുണ്ട്. പാർലമെൻറ്റിലെ MP മാരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഏതൊക്കെ MP വരും? രാജ്യസഭ വരും. രാജ്യസഭ MP വരും. ലോകസഭ MP വരും. രാജ്യസഭ ലോകസഭ MP വരും. പിന്നെ ഏതാണ് പ്രധാനപ്പെട്ട ഇലക്ഷൻ? ഏതാണ്? നമ്മുടെ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഓരോ സംസ്ഥാനങ്ങളിലും നിയമസഭകളുണ്ട്. അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? ഈ നാഷണൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. കൂടാതെ വേറെ ഏതൊക്കെ ഇലക്ഷൻ ഉണ്ട്? പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ നടത്തുന്നുണ്ട് ഇവർ. പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പ്ലസ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. ഇത്രയും ഇലക്ഷനാണ് ആര് നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നത്. പഞ്ചായത്ത് തല ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, നമുക്ക് 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ് ദി ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 28, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 27, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 26, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 25. ഇതിലേതാണ് ഉത്തരം? ഉത്തരം വരുന്നതാണ് ആർട്ടിക്കിൾ 25. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 25ലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? ആർട്ടിക്കിൾ 25ലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറഞ്ഞത് ആർട്ടിക്കിൾ 25ലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 55ാമത്തെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വാസ് The right to education was designated as a fundamental right through which amendment act of the Indian Constitution? Right to education was designated as the fundamental rights through which amendment act of the Indian Constitution? വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാക്കിയ ഭേദഗതി ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 86ാമത് ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 42ാമത് ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 73ാമത് ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 61ാമത് ഭരണഘടനാ ഭേദഗതി. ഇതിലേതിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസാവകാശം എന്താക്കി മാറ്റിയത്? ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റിയതെന്നാണ് ചോദ്യം.
ഉത്തരം എന്താണ്? ഉത്തരം എ ആണ്. 86ാമത് ഭരണഘടനാ ഭേദഗതി. 86ാമത് ഭരണഘടനാ ഭേദഗതി ഏതാണ് നടന്നത്? 2002 എന്ത് നടന്നിട്ടുള്ളത്? ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസാവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത് 86ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. അതിലൂടെ ഏതാണ് ആർട്ടിക്കിൾ ആഡ് ചെയ്യപ്പെട്ടത്? ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളെ ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എല്ലാവർക്കും എന്ത് ചെയ്തു? സാർവത്രികമാക്കി. എല്ലാ വിദ്യാഭ്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? സാർവത്രികമാക്കിയിട്ടുണ്ട്. 42ാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് എന്ത് ചെയ്തു? ഭരണഘടനയുടെ ഭാഗമാക്കിയതാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ 74 എന്താണ്? നഗരസഭകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നഗരസഭകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏത്? 74ാമത് ഭരണഘടനാ ഭേദഗതി. മുനിസിപ്പാലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ്. 74ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. 61ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 61ാമത് ഭരണഘടനാ ഭേദഗതി. ഈ 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തത്? നമ്മളുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21-ൽ നിന്ന് 18 ചുരുക്കിയത്. 21-ൽ നിന്ന് 18 ചുരുക്കിയത് ഇതിലാണ്? 61ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ്. ഓക്കെ, നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർട്ടിക്കിൾ 49 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് വിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? ഭരണഘടനയിലെ അനുച്ഛേദം 49 ഏത് DPSPയുമായി ബന്ധപ്പെട്ടുള്ളതാണ്? നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 49 ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. ഓപ്ഷൻ എന്താണ്? നാഷണൽ ഡിഫൻസ് ആൻഡ് സർവീസ്. ഓപ്ഷൻ ബി ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓപ്ഷൻ സി ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക്. ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ് അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 49 വരുന്നത്. ആർട്ടിക്കിൾ 49 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാണ് ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ സി എന്തുമായി ബന്ധപ്പെട്ടാണ്? ഞാൻ ജസ്റ്റ് നിങ്ങളോട് മുന്നേ പറഞ്ഞതാണ്, ഒന്നുകൂടി ചോദിക്കുകയാണ്. ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക്, മാനുഷിക തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്താനുള്ള ആർട്ടിക്കിൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 42 ആണ്. ആർട്ടിക്കിൾ 42 ആണ് ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്നുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 40 ആണ് വില്ലേജ് പഞ്ചായത്തുകളുടെ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40-ലാണ്. ഓക്കെ, നമുക്ക് 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Disputes regarding the election of the president and disputes regarding the election of president and the vice presidents are decided by the Supreme Court under which article? ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത്? ഇത് ആർട്ടിക്കിൾ പ്രകാരമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 54, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 74, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 58, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 71. ഇതിലേതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 71 ആണ് ഉത്തരം. ആർട്ടിക്കിൾ 71 ആണ്, അല്ലെങ്കിൽ അനുച്ഛേദം 71-ലാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത്. സുപ്രീം കോടതിക്ക് പവർ കൊടുക്കുന്നത് ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 71. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 58ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾസ് ഡയറക്ട് ദി സ്റ്റേറ്റ് ടു പ്രൊമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC ആൻഡ് ST? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ആർട്ടിക്കിൾ 49, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 45, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 48, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 46. ഇതിലേതിലാണ് വരുന്നത്? ഇതിലേത് ആർട്ടിക്കിളിലാണ് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനത്തിനെ നിർദ്ദേശിക്കുന്നത്? ഇതൊക്കെ വരുന്നത് ഇതാ DPSP പാർട്ടിൽ ഈ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ DPSP പാർട്ടിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുള്ളത് DPSP എന്നാണ്. ഇതിൻ്റെ ഉത്തരം ഏതാണ്?
ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 46 ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 46 ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 46 ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. നമുക്ക് 59ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർട്ടിക്കിൾ 165 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഹൂം. ഭരണഘടനയിലെ അനുച്ഛേദം 165 ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി ഹൈക്കോടതി ജഡ്ജിമാർ, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി. ഇതിൽ ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ 165 എന്നാണ് ചോദ്യം. ആരുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏത് ഈ പറയുന്ന ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ്. ആ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. അതുപോലെ സെൻട്രൽ ആരുണ്ട്? അറ്റോർണി ജനറൽ ഉണ്ട്. അറ്റോർണി ജനറൽ എവിടെ ഉണ്ട്? സെൻട്രലുണ്ട്. ഈ അറ്റോർണി ജനറൽ എന്ത് ചെയ്യുന്നത്? യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകുന്നതാണ് ഈ അറ്റോർണി ജനറൽ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76. ഓക്കെ, ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നിയമോപദേശങ്ങളൊക്കെ നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഓക്കെ, 60ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി ഹൂ ക്യാൻ എക്സ്റ്റെൻഡ് ദി ടേം ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? ദേശീയ അടിയന്തരാവസ്ഥയ്ക്കിടെ സംസ്ഥാന നിയമസഭയുടെ കാലാവധി നീട്ടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി പാർലമെൻറ്റ്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ഇതിൽ ആർക്കാണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് സംസ്ഥാന നിയമസഭയുടെ കാലാവധി നീട്ടാനുള്ള അധികാരമുള്ളത്? ഉത്തരം ഏതാണ്? ഉത്തരം സി പാർലമെൻറ്റാണ്. പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു അടിയന്തരാവസ്ഥ വരികയാണെങ്കിൽ ഒരു സംസ്ഥാനത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടേം എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് അറിയാം, ഒരു സംസ്ഥാന നിയമസഭ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇനി ആ ഒരു സമയത്ത് തന്നെ ഒരു നാഷണൽ എമർജൻസി വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? പാർലമെൻറ്റിന് 1 വർഷം എന്ത് ചെയ്താം? ഈ ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 1 വർഷം കൂടി എന്ത് ചെയ്യാം? ഈ ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ചോദ്യം. പാർലമെൻറ്റിനാണ് അതിനുള്ള അധികാരമുള്ളത്. 61ാമത്തെ ചോദ്യം. വിച്ച് ആർട്ടിക്കിൾസ് റിക്വയർ ദി സ്റ്റേറ്റ് ടു പ്രൊമോട്ട് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ്. അതേ സെയിം ഉത്തരം തന്നെയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 46, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 49, ആർട്ടിക്കിൾ 48. ഇതിലേത് ഉത്തരം? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആർട്ടിക്കിൾ 46 ഉത്തരം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 46 ഇതിന് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി കാണാൻ തുടങ്ങിയത്. എവിടെ നിന്ന് കൂടുതൽ ചോദ്യം വന്നിട്ടുണ്ട്? ഡി പി എസ് പി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡി പി എസ് പിയിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കണം. ഡി പി എസ് പിയിൽ ഓരോ ആർട്ടിക്കിളും എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 62ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി മെമ്പേഴ്സ് വേർ ദർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൺ 31 ഡിസംബർ 1947? 1947 ഡിസംബർ 31 ഭരണഘടനാ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 195, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 334, ഓപ്ഷൻ ഡി 299. ഇതിന് ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത് 299. ഓപ്ഷൻ ഡി 299 ഉത്തരം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതിന് ശേഷം 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു പുതിയൊരു രാജ്യം രൂപീകരിച്ചു. അപ്പോൾ കുറച്ച് മെമ്പേഴ്സ് എന്ത് ചെയ്തു? പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 299 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ചോദ്യം. ഓക്കെ,
ആദ്യം 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം കുറച്ച് ആൾക്കാർ പോയതിനു ശേഷം എന്ത് ചെയ്തു, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 അംഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് 63ാമത്തെ ചോദ്യത്തിലേക്ക് പോകല്ലേ. 63ാമത്തെ ചോദ്യം, ഹൂ മേക്സ് ദി റൂൾ ഫോർ മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ദി ബിസിനസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്? സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് ജനറൽ, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഗവർണറാണ് എന്ത് ചെയ്യുക, ഒരു സംസ്ഥാനത്തിൻ്റെ ബിസിനസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഗവർണറാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 64ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ അറ്റോർണി ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്സ് പ്രൊവൈഡ്സ് ലീഗൽ അഡ്വൈസ് ടു ഹൂം? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ നിയമോപദേശം നൽകുന്നത് ആർക്കാണ്? നമ്മൾ ഓൾറെഡി ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു എക്സ്പ്ലനേഷനിൽ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ സി യൂണിയൻ ഗവൺമെൻറ്, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആർക്കാണ് അറ്റോർണി ജനറൽ നിയമോപദേശം നൽകുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്, അറ്റോർണി ജനറൽ നിയമോപദേശം നൽകുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76. ഓക്കെ, 76 ആർട്ടിക്കിൾ വരിക. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. 65ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ടെന്യൂർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പരമാവധി കാലാവധി എത്ര? നോക്കാം. ഓപ്ഷൻ 8 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 6 വർഷം. ഇതിലേതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 6 വർഷമാണ്. ഓപ്ഷൻ ഡി 6 വർഷമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പരമാവധി കാലാവധി. ഓക്കെ, 6 വർഷമാണ്. 6 വർഷം കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? റിട്ടയർ ആകും. ഓക്കെ, നമുക്ക് അടുത്ത 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 66ാമത്തെ ചോദ്യം, ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ സ്റ്റേറ്റ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ഹൂം? സംസ്ഥാന മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം ഏതിനോടാണ് അല്ലെങ്കിൽ ഏത് ബോഡിയോടാണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരോടാണ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിൾ ആരോടാണെന്ന ചോദ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ സംസ്ഥാനത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് കേരള സർക്കാർ ആരോടാണ് റെസ്പോൺസിബിൾ? കേരളത്തിലെ നിയമസഭയോടാണ് റെസ്പോൺസിബിൾ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ഈ സംസ്ഥാന നിയമസഭയിലാണ് ഈ ഗവൺമെൻറ് എടുത്ത ഡിസിഷൻസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ MLA-മാരൊക്കെ അവരെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. ഇനി ഇതുപോലെ പാർലമെൻ്റ് ആണെങ്കിൽ എവിടെയാണ് വരിക, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ ആരോടാണ് റെസ്പോൺസിബിൾ? യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ റെസ്പോൺസിബിൾ ആരാണ്? ലോകസഭയോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ ലോകസഭയോടാണ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ. കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എവിടെ വരും റെസ്പോൺസിബിലിറ്റി? അവരുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആരോടാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 67ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദി റിയൽ എക്സിക്യൂട്ടീവ് ഓഫ് എ സ്റ്റേറ്റ്? സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ എക്സിക്യൂട്ടീവായി കണക്കാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിലാരാണ് റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്കാക്കുന്നത് സ്റ്റേറ്റിലെ? ഉത്തരം വരുന്നത് ആരാണ്? ബി മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. മുഖ്യമന്ത്രിയാണ് റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി എന്താണ് റിയൽ എക്സിക്യൂട്ടീവ്? റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. രണ്ട് എക്സിക്യൂട്ടീവിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റിയൽ എക്സിക്യൂട്ടീവും അതുപോലെ നോമിനൽ എക്സിക്യൂട്ടീവും. എന്താ തമ്മിൽ വ്യത്യാസം? ഇവിടെ റിയൽ എക്സിക്യൂട്ടീവിൽ വരിക ചീഫ് മിനിസ്റ്ററാണ് വരിക, CM ആണ് വരിക. നോമിനൽ എക്സിക്യൂട്ടീവിൽ ആര് വരും? ഗവർണർ വരും. എന്താ വ്യത്യാസം? ഇവിടെ ഇദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് എന്തില്ല,
കാര്യമായിട്ടുള്ള പവറുകളൊന്നുമില്ല. പവർ ആരാണ് കൊടുക്കുന്നത്? ഈ പവറുകളൊക്കെ വിനിയോഗിക്കുന്ന ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസിലാണ് ഗവർണർ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ചീഫ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുക? അഡ്വൈസ് ചെയ്യുന്നത് ഗവർണറോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ റിയൽ ആയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. നോർമൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഗവർണർക്ക് എന്ത് ഇല്ല, അത്ര വലിയ പവറൊന്നുമില്ല. CM പറയണമൊക്കെ കേൾക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ള അധികാരം ഗവർണർക്കുള്ളത്. ഓക്കെ, റിയൽ എക്സിക്യൂട്ടീവ് CM ആണ്. ഇനി അതുപോലെ സെൻട്രലിൽ അല്ലെങ്കിൽ യൂണിയനിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആരാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരിക? അവിടെ PM ആണ് റിയൽ എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്. പ്രസിഡന്റ് നോമിനൽ എക്സിക്യൂട്ടീവാണ്. PM പറയണതൊക്കെ PMൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് കേട്ടിട്ടാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. How many fundamental duties were added by the 42nd Amendment Act of 1976? 42ാമത് ഭരണഘടനാ ഭേദഗതി വഴി ചേർത്ത മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ A 10, ഓപ്ഷൻ B 15, ഓപ്ഷൻ C 12, ഓപ്ഷൻ D 11. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെട്ടിട്ടുണ്ട്? ഓപ്ഷൻ A 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർത്തിട്ടുള്ളൂ. 42ാമത് ഭരണഘടനാ ഭേദഗതിയിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർത്തു. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന ഏത് അമെൻമെന്റിൽ ചേർത്തത്? 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 എന്ത് ചെയ്തത്? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 69ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which articles directs the state to ensure right to work, education and public assistance? ജോലി, വിദ്യാഭ്യാസം, പൊതുസഹായം എന്നിവ ഉറപ്പാക്കാൻ സംസ്ഥാനത്തെ നിർദ്ദേശിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ആർട്ടിക്കിൾ 47, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 48, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 45, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 41. ഇതിലേതാണ് ഡയറക്റ്റ് ദി സ്റ്റേറ്റ് ടു എൻഷുർ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റന്റ്? ഇതിലേതിലാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 41 ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 41 ഇതിൻ്റെ ഉത്തരം വരുന്നത്. 47, 48, 45 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദി ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് ദി വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്? ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 44. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതാണ് ഉത്തരം വരുന്നത്? ആർട്ടിക്കിൾ 42 ഉത്തരം. ആർട്ടിക്കിൾ 42 ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, ന്യായവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 42 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ DPSP നിന്ന് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. DPSP നിന്നും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSPയും വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് 72ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾസ് പ്രൊവൈഡ്സ് ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്? അന്തർ സംസ്ഥാന ജലതർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 210, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 258, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 215, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 262. ഇതിലേതാണ് ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം ഡി ആർട്ടിക്കിൾ 262 ആണ്. ആർട്ടിക്കിൾ 202 ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. 73ാമത്തെ ക്വസ്റ്റ്യൻ. വെക്കേഷൻ, റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ദി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ ഡെൽറ്റ് വിത്ത് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ രാജി, ഒഴിവാക്കൽ എന്നിവ പറയുന്ന അനുച്ഛേദം ഏതാണ്? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ രാജി, ഒഴിവാക്കൽ തുടങ്ങിയവ പറയുന്ന അനുച്ഛേദം ഏതാണ്? നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 84, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 94, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 70, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 101.
ഇതിലേതിലാണ് ഇവരെ രാജി ഒഴിവാക്കൽ എന്നതിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 94 ഈ ഒരു സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ രാജി ഒഴിവാക്കൽ എന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 94. ഓക്കെ, ആർട്ടിക്കിൾ 94 ഇവയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 74ാമത്തെ ക്വസ്റ്റ്യൻ. Which articles gives the original jurisdiction to the Supreme Court in central and state dispute? കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ആർട്ടിക്കിൾ 130, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 315, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 131, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 134. ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 130, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 135, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 131, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 134. ഇതിൽ ഏതിനാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് നൽകുന്നത്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ നൽകുന്ന അനുച്ഛേദം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 131 ആണ് ഇതിൻ്റെ ഉത്തരം. ആർട്ടിക്കിൾ 131 ആണ് ഇതിൻ്റെ ഉത്തരം. ആർട്ടിക്കിൾ 131 ആണ് ഇതിൻ്റെ ഉത്തരം. ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ നൽകുന്നത്. ഇനി ആർട്ടിക്കിൾ 130 എന്തുമായി ബന്ധപ്പെട്ടാണ്? ആർട്ടിക്കിൾ 130 സീറ്റ് ഓഫ് ദി ഹൈക്കോടതി, സീറ്റ് ഓഫ് ദി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആർട്ടിക്കിൾ 130. സുപ്രീം കോടതിയുടെ സീറ്റ് എവിടെയായിരിക്കണം? ഡൽഹിയിലായിരിക്കണം. സുപ്രീം കോടതി ഉള്ളത് ഡൽഹിയിലായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 130. ഓക്കെ, നമ്മൾ 75ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വിച്ച് ബോഡി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തമില്ലാത്തത് ഏത് ബോഡിക്കാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ, ഓപ്ഷൻ സി പട്ടികജാതി കമ്മീഷൻ, ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ. ഇതിൽ ഏതാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ബോഡി ഏതാണ്? ആദ്യത്തെ 3 ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സാധ്യതയുണ്ടോ? ഉണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് എന്ത് ചെയ്യാം? മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടാവും. ദേശീയ വനിതാ കമ്മീഷൻ വരുന്നുണ്ട്. ഇന്ത്യയിലുള്ള വനിതാ കമ്മീഷനാണ്. വനിതകളും എന്താണ്? മനുഷ്യൻ്റെ ഭാഗമാണ് വനിതകളും. സോ എന്താണ്? വനിതാ കമ്മീഷൻ വരാം. പട്ടികജാതി കമ്മീഷനും ഇതിൽ ഉത്തരത്തിൽ വരാം. പക്ഷേ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ, യൂണിയൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യില്ല? നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ആൾക്കാരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഡയറക്റ്റായിട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കില്ല? അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനില്ല. സോ ഏതാണ് ഉത്തരം? 75ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ഉത്തരം. ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട്, നിങ്ങൾ അറിവ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട്, അറിയാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരത്തിൽ എത്താൻ കഴിയും. 76ാമത്തെ ചോദ്യമാണ്. വിച്ച് ആർട്ടിക്കിൾസ് പെർമിറ്റ്സ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വ്യവസ്ഥകൾ ചെയ്യാൻ അനുവദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 21 ക്ലോസ് 5, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 15 ക്ലോസ് 3, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14. ഇതിൽ ഏതിലാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ നൽകുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 15 ക്ലോസ് 3 ആണ്. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 എന്ത് പറയുന്നത്? സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ 15 കുറിച്ച് പറഞ്ഞു. 15 എന്താണ്? എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ബേസിസ് ഓഫ് കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 15 തന്നെ 15 ക്ലോസ് 3 എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവർക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചില രീതിയിൽ എന്ത് ചെയ്യാം? അവർക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ നൽകാമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 3. ഓക്കെ, ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പവർ ഓഫ് ദി ഗവർണർ? താഴെ പറയുന്നതിൽ ഗവർണറുടെ അധികാരത്തിൽ പെടാത്തത് ഏത്?
നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഒബ്ലിഗേറ്ററി പവർ, ഓപ്ഷൻ ബി ഡിസ്ക്രിഷണറി പവർ, ഓപ്ഷൻ സി എക്സിക്യൂട്ടീവ് പവർ, ഓപ്ഷൻ ഡി ലെജിസ്ലേറ്റീവ് പവർ. നമ്മൾ ഓൾറെഡി ഈ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ഒബ്ലിഗേറ്ററി പവർ ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇതാണ് ഗവർണറുടെ അധികാരമല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ എ ഒബ്ലിഗേറ്ററി പവർ ആണ് ഗവർണറുടെ അധികാരത്തിൽ പെടാത്തത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗവർണറുടെ അധികാരത്തിൽ പെടാത്തതാണ് ഈ ഒബ്ലിഗേറ്ററി പവർ. ബാക്കിയുള്ള ഡിസ്ക്രിഷണറി പവർ, എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ ഒക്കെ എന്താണ് ഗവർണറുടെ അധികാരത്തിൽ പെടുന്നതാണ്. നമുക്ക് 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി other judges were there in the Supreme Court in 1950 excluding the Chief Justice? 1950 ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെ എണ്ണം എത്രയെന്ന് ചോദ്യം. അതായത് 1950 എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 7 ആണ് ഉത്തരം. ഓക്കെ, 1950 ടോട്ടൽ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു? ടോട്ടൽ 8 ജഡ്ജിമാരുണ്ടായിരുന്നു. ആ 8 ജഡ്ജിയിൽ ഒരാൾ എന്താണ്? ചീഫ് ജസ്റ്റിസ് ആണ്. ഇവിടെ ചീഫ് ജസ്റ്റിസ് ആണ് 8ൽ ഒരാൾ. ബാക്കി 7 ജഡ്ജിമാരുണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടാവും. സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടായിരുന്നു. ഇവിടെ ചോദ്യം എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ബാക്കി എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. ബാക്കി എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? 7 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇതിൽ ഉത്തരം വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 79ാമത്തെ ചോദ്യം. സുപ്രീം കോർട്ട് ജഡ്ജസ് റിമൂവൽ മോഷൻ റിക്വയർ ഹൗ മെനി സിഗ്നേച്ചേഴ്സ് ഇൻ ദി ലോകസഭ ആൻഡ് രാജ്യസഭ? സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിനുള്ള ലോകസഭയിലും രാജ്യസഭയിലും എത്ര ഒപ്പുകൾ വേണമെന്നാണ് ചോദ്യം. ഓക്കെ, അതിനുള്ള മോഷൻ മൂവ് ചെയ്യാൻ എത്ര ഒപ്പുകൾ വേണമെന്ന ചോദ്യം. ഓപ്ഷൻ എ 54-27, ഓപ്ഷൻ ബി 150-75, ഓപ്ഷൻ സി 100-50, ഓപ്ഷൻ ഡി 75-37. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 100-50. ഓക്കെ, 150 ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡയറക്ടറി പ്രിൻസിപ്പിൾ വേർ ആഡഡ് ബൈ ദി 42nd Amendment Act 1976? 42ാം ഭേദഗതി വഴി എത്ര DPSPകളാണ് ചേർത്തിട്ടുള്ളത്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 4. ഓക്കെ, 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എത്ര DPSPകളാണ് ചേർത്തിട്ടുള്ളതാണ്? ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി 4 ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി 4 ആണ് ഉത്തരം. 4 DPSP എന്ത് ചെയ്തിട്ടുണ്ട്? DPSP ഈ 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 81ാമത്തെ ചോദ്യം. വിച്ച് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദി ഡയാർക്കി ഇൻ ദി പ്രൊവിൻസസ് ഇൻ 1919? പ്രവിശ്യകളിലെ ദ്വൈത ഭരണം അല്ലെങ്കിൽ ഡയാർക്കി സംവിധാനം കൊണ്ടുവന്ന നിയമം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, റൗലറ്റ് ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട്. ഇതിലേതാണ് ഡയറക്റ്റ് കൊണ്ടുവന്നത്? നമ്മൾ ഇതേ 1919 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒരു ആക്ട് 1919 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എക്സാമിൽ കയറുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരാം. ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതേ ക്വസ്റ്റ്യൻ ഈ ആക്ടിൻ്റെ പേര് വെച്ചിട്ട് എന്തുണ്ട് മുന്നത്തെ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതേ ഉത്തരം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആക്ടിനെ കുറിച്ച് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഏതാണ്? അന്ന് ചെംഫോർഡ് ആൻഡ് മൊണ്ടേഗ്യൂ ഈ ഒരു 2 ആൾക്കാർ ശുപാർശ ചെയ്ത പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആക്ട് ഏതാണ്, അല്ലെങ്കിൽ ആക്ടിനെ കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇത് അതേ ആക്ട് തന്നെയാണ്. അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡയാർക്കി പ്രൊവിൻസസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 82ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 74, ഓപ്ഷൻ ബി 76, ഓപ്ഷൻ സി 75, ഓപ്ഷൻ ഡി 73. ഏതിലൂടെയാണ്
സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്? നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? 72ാമത് ഭരണഘടനാ ഭേദഗതി, 73ാമത് ഭരണഘടനാ ഭേദഗതിയാണ് എന്തുകൊണ്ടത്? പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഭേദഗതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുള്ളത് ഇതേ ഭരണഘടനാ ഭേദഗതിയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 83ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് റൈറ്റ് ഈസ് എ കമ്പണന്റ് ഓഫ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൻ്റെ ഭാഗമായത് ഏത്? ഓപ്ഷൻ എ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓപ്ഷൻ ബി ഇക്വാലിറ്റി, ഓപ്ഷൻ സി പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി പ്രൈവസി. ഇതിലേതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യതയാണ് ഏതിൽ വരുന്നത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നത്. സ്വകാര്യതയ്ക്കുള്ള അവകാശമാണ് ഇതിൽ വരുന്നത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നത്. ഈ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് പറയുന്നത്. ഇവിടെ നിന്നാണ് റൈറ്റ് ടു പ്രൈവസി ഏത് ഫണ്ടമെന്റൽ റൈറ്റിന് കീഴിൽ വരുന്നതാണ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ കീഴിലാണ് ഇത് വരിക? റൈറ്റ് ടു സ്വകാര്യത അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസി വരുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞത് ആർട്ടിക്കിൾ 21A എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21A എന്തിനുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്ക് 74ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ വാസ് ദി ഇന്ത്യൻ പ്രസ് ആക്ട് പാസ്ഡ്? ഓപ്ഷൻ എ 1910, ഓപ്ഷൻ ബി 1911, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 1913. ഇന്ത്യൻ പ്രസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണെന്ന് ചോദ്യം. ഓപ്ഷനിൽ ഉത്തരം വരുന്നത് ഏതാണ്? 1910 ഉത്തരം. ഓപ്ഷൻ എ 1910. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എന്താണ്? ബോൺസർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീപ്പറായിട്ട് പോയി ഇന്ന് പഠിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ബോൺസർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? അറിയെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ എന്താണ് ഇന്ത്യൻ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചത്? 1910 ഉത്തരം. അപ്പോൾ ഇനി ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഹാഡ് ഹൗ മെനി ഷെഡ്യൂൾസ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? 10 ഷെഡ്യൂളുകൾ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 10 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. 10 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 10 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബോൺസർ ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല, നമ്മൾ ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? അറിയെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അത് ലീവ് ചെയ്ത് പോവുക. ഓക്കെ, 86ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മളുടെ ഈ സീരീസിലെ 2025 പോളിറ്റി എക്സാമിന് പോളിറ്റി ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനുമാണിത്. ക്വസ്റ്റ്യൻ ഏതാണ്? ഹു ആക്ട് ആസ് ദി വൈസ് ചെയർമാൻ ഓഫ് ദി സോണൽ കൗൺസിൽ ഓൺ റൊട്ടേഷൻ ഫോർ 1 year? ഓക്കെ, ഒരു വർഷത്തേക്കുള്ള റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ DGP, ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ സി ചീഫ് മിനിസ്റ്റർ, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൽ ആരാണ് സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിട്ട് വരുന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം സി ആണ്, ചീഫ് മിനിസ്റ്ററാണ് ഉത്തരം. ചീഫ് മിനിസ്റ്ററാണ് എന്തിൻ്റെ? ഈ സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിട്ട് വരുന്ന ആൾ ചീഫ് മിനിസ്റ്ററാണ് ഉത്തരം. അപ്പോൾ ആരാണ് ചെയർമാൻ? സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് ഉണ്ടാവുക? സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ ഉണ്ടാവുക ഹോം മിനിസ്റ്ററാണ്, യൂണിയൻ ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ സെൻട്രൽ ഹോം മിനിസ്റ്ററാണ് സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ. അതുപോലെ എത്ര സോണൽ കൗൺസിൽ ഉണ്ട്? അതായത് സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചില സോൺസുകളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര സോണുകളുണ്ട് ഇന്ത്യയിൽ? ഇന്ത്യയിൽ 5 സോണുകളുണ്ട്. ഇന്ത്യയിൽ 5 സോണുകളുണ്ട്. എവിടെയൊക്കെയുള്ളത്? ഒന്ന് നോർത്തേൺ സോൺ, സദേൺ സോൺ, ഈസ്റ്റേൺ സോൺ, വെസ്റ്റേൺ സോൺ, സെൻട്രൽ സോൺ. അങ്ങനെ 5 സോണുകളായിട്ട് ഇന്ത്യനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു സോണൽ കൗൺസിലൊക്കെ ഈ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ വെസ്റ്റേൺ സോണൽ കൗൺസിൽ
നോർത്തേൺ സോൺ കൗൺസിൽ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗത്തിൽ മീറ്റിംഗ് ചേരുമ്പോൾ ആരായിരിക്കും ചെയർമാനായിട്ട് ഉണ്ടാവുക? ആ ഭാഗത്ത് ആ സെൻട്രൽ ഹോം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാനായിട്ട് ഉണ്ടാവുക. അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് ആരുണ്ടാവുക? ആ ഒരു ഭാഗത്ത് ആ ഒരു സോണിലെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, അവർ റൊട്ടേഷൻ ഓരോ വർഷം റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? വൈസ് ചെയർമാനായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടൊന്നുമില്ല വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ DPSP, ഈ ഒരു 3 കാര്യങ്ങളും കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കണം. ഓരോ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നുള്ള ഭാഗത്തു നിന്ന് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എന്ത് ചെയ്യണം? നമ്മൾ പോക്കറ്റിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. SSC GD പരീക്ഷ 2025 ചോദിച്ചിട്ടുള്ള ഏകദേശം എല്ലാ പോളിറ്റി ക്വസ്റ്റ്യൻസും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ നൽകാം. എക്സാമിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. ഓക്കെ, all the best for your preparation. Bye.